ഹലോ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഇൻഡോർ പ്ലാന്റ്സിനെ പറ്റിയാണ്. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ 1 ഏക്കർ സ്ഥലമുണ്ടെങ്കിൽ അതിലൊരു ചെറിയൊരു ഭാഗം വീട് വയ്ക്കാൻ ഉപയോഗിക്കും. കൂടുതൽ സ്ഥലവും തോട്ടത്തിന് വേണ്ടിയാണ് ഉപയോഗിക്കുക. പക്ഷേ ഇപ്പോഴത്തെ സ്ഥിതി അങ്ങനെയല്ല. മാക്സിമം സ്ഥലവും വീട് കെട്ടാൻ തന്നെ ഉപയോഗിക്കും. അപ്പാർട്ട്മെൻറ്റോ ആയിട്ടൊക്കെ കെട്ടുന്നതാണ് ഇന്നത്തെ രീതി. തോട്ടത്തിന് വേണ്ടിയൊക്കെ സ്ഥലം വയ്ക്കുന്നത് വളരെ കുറവാണ്. പക്ഷേ ഇപ്പോൾ ഇൻഡോർ പ്ലാന്റ്സിനൊക്കെ നിറയെ പ്രാധാന്യമുണ്ട്. എന്നിരുന്നാലും ചിലർ ഈ ചെടികൾ വയ്ക്കുന്നത് ഈ ചെടി വെച്ചാൽ നല്ല പണം വരും, അല്ലെങ്കിൽ ഈ ചെടി വെച്ചാൽ വീട്ടിൽ കൊതുകുകളിലൂടെ ഉപദ്രവം ഉണ്ടാകില്ല, ഇങ്ങനെയുള്ള വിശ്വാസത്തിൻ്റെ പുറത്തും ചെടി വയ്ക്കുന്നവരും ഉണ്ട്. വിശ്വാസം എന്തു തന്നെ ആയിക്കൊള്ളട്ടെ, വീടിൻ്റെ ഉള്ളിൽ ചെടി വയ്ക്കുന്നത് കൊണ്ട് വളരെയധികം പ്രയോജനമുണ്ട്. മാനസികവും ശാരീരികവുമായിട്ടുള്ള ആരോഗ്യത്തിന് വളരെയധികം നല്ലതാണെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അങ്ങനെ ഈ ഗുണങ്ങൾ കിട്ടണമെങ്കിൽ ഒരു വലിയ വീട്ടിൽ 1-2 ചെടി വെച്ചതുകൊണ്ട് കാര്യമില്ല. ശരിക്കും പറഞ്ഞാൽ ഓരോ 100 സ്ക്വയർ ഫീറ്റിനും ഒരു ചെടി എന്ന രീതിയിൽ വയ്ക്കണം. അപ്പോഴാണ് നമുക്കതിൻ്റെ ഫലം നന്നായി അനുഭവിക്കാൻ കഴിയുക. അങ്ങനെ നമുക്ക് ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനും അന്തരീക്ഷ മലിനീകരണം തടയുന്നതിനും സഹായിക്കുന്ന തരത്തിലുള്ള കുറച്ച് ഇൻഡോർ പ്ലാന്റ്സിനെ പരിചയപ്പെടാം. നമ്പർ 1, കറ്റാർ വാഴ. ആൻറ്റി ഓക്സിഡൻറ്റും ആൻറ്റി ബാക്ടീരിയൽ ഗുണങ്ങളുമുള്ള ഒരു ഔഷധ സസ്യമാണ് കറ്റാർ വാഴ. മാത്രമല്ല ഇത് സ്കിന്നിനും തലമുടിക്കുമൊക്കെ വളരെ നല്ലതാണ്. ഇത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതുമാത്രമല്ല ദഹനത്തിന് സഹായിക്കും. ചെറിയ ചെറിയ മുറിവുകൾക്ക് ഇത് ഉപയോഗിക്കുന്നതാണ്. പിന്നെ മെയിൻ്റെനൻസ് വളരെ കുറവാണ്. സൂര്യപ്രകാശം കിട്ടുന്ന എടുത്ത് വെച്ചാൽ നല്ലതായിരിക്കും. നല്ല തിക്കായിട്ടത് വളരും. പിന്നെ ഇടയ്ക്കൊക്കെ മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ ഇതിന് ചെറിയ രീതിയിൽ ടോക്സിക് ഉണ്ട്. അതുകൊണ്ട് പെറ്റ് ആനിമൽസ് റീച്ച് ആകുന്നിടത്ത് വെക്കാൻ പാടില്ല. അടുത്തത് മണി പ്ലാന്റ് ആണ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഈ ചെടി വീട്ടിൽ വെച്ചാൽ പണം അധികരിക്കുമെന്ന് വിശ്വസിക്കുന്നവരുണ്ട്. പക്ഷെ അത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടില്ല. എങ്കിലും അത് ഒരു വിശ്വാസമാണ്. ചിലപ്പോൾ അത് സത്യമാകാതിരിക്കാം. പക്ഷേ ഇതിന് അന്തരീക്ഷ മലിനീകരണം ഇല്ലാതാക്കാനുള്ള കഴിവ് വളരെ വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ആ ശ്വസന വ്യവസ്ഥയ്ക്കൊക്കെ വളരെയധികം സഹായമാണ് ഈ ചെടി ഇൻഡോർ പ്ലാന്റായിട്ട് നമ്മൾ വെക്കുന്നത്. അതുമാത്രമല്ല നമ്മൾ ഒരു 5 നിമിഷം ഈ ചെടിയെ തന്നെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നാൽ നമ്മുടെ മനസ്സിലുള്ള സ്ട്രെസ്സൊക്കെ കുറയാനും പെട്ടെന്ന് തന്നെ ഒരു പോസിറ്റീവ് എനർജി ഫീലാകുകയും ചെയ്യും. മാത്രമല്ല വീട്ടിനുള്ളിൽ ഒരു നാച്ചുറായിട്ടുള്ള ഒരു ബ്യൂട്ടി ഉണ്ടാവുകയും ചെയ്യും. മെയിൻ്റെനൻസും വളരെ കുറവേ വേണ്ടു. ഇൻഡയറക്റ്റ് സൺലൈറ്റ് മതി. വെള്ളവും ഇടയ്ക്കൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി വെള്ളത്തിൽ വളർത്തുകയാണെങ്കിൽ മണ്ണിൻ്റെ ആവശ്യവുമില്ല. മൂന്നാമത്തത് സ്നേക്ക് പ്ലാന്റ് ആണ്. വിഷവസ്തുക്കളെ നീക്കം ചെയ്ത് ഇൻഡോർ വായുവിൻ്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്താൻ ഈ ചെടി വളരെ സഹായിക്കുന്നു. കുറച്ച് നല്ല സൂര്യപ്രകാശം ഉള്ളിടത്ത് വെക്കുന്നതാണ് നല്ലത്. മണ്ണ് നന്നായി ഉണങ്ങിയതിന് ശേഷം മാത്രം വെള്ളം നനയ്ക്കേണ്ടതുള്ളൂ. ഈ ചെടിക്ക് വേറൊരു പേരുമുണ്ട്. അമ്മയുടെ നാവുകൾ എന്ന പേരിലും ഈ ചെടി അറിയപ്പെടുന്നു. നാലാമത്തത് സ്പൈഡർ പ്ലാന്റ് ആണ്. വീടിൻ്റെ ഉള്ളിൽ വയ്ക്കാൻ പറ്റുന്ന മനോഹരമായ ചെടിയാണിത്. ഇൻഡയറക്റ്റ് സൺലൈറ്റ് മതി. വെള്ളവും ഇടയ്ക്കൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതി. ഇത് 1 വാങ്ങിയാൽ 100 വാങ്ങിയ മാതിരിയാണ്. കാരണം ഇതിൽ നിന്ന് കുഞ്ഞു കുഞ്ഞു തൈകൾ നിറയെ കിട്ടുന്നതായിരിക്കും. നമുക്ക് വേറെ ചട്ടിയിൽ വെച്ച് വളർത്താവുന്നതേയുള്ളൂ. മാത്രമല്ല മലിനീകരണം കുറയ്ക്കുന്നതിന് സസ്യങ്ങൾക്ക് പ്രകൃതിദത്ത എയർ ഫിൽട്ടറായി പ്രവർത്തിക്കാൻ കഴിയുമെന്ന് കണ്ടെത്തിയിരിക്കുന്നു. നെക്സ്റ്റ്, പീസ് ലില്ലി. പേര് പോലെ തന്നെ ശാന്തതയുടെ വികാരമുണർത്തുന്ന ഒരു ചെടിയാണിത്. ഇതിനു അന്തരീക്ഷ മലിനീകരണം തടയാനുള്ള കഴിവുണ്ടെന്ന് സൂചിപ്പിക്കുന്നു. മാത്രമല്ല ഇതിന് മനോഹരമായ വെളുത്ത പൂക്കളാണ്. അതുകൊണ്ട് തന്നെ ഇൻഡോറിൽ വയ്ക്കുമ്പോൾ കൂടുതൽ ഭംഗി കിട്ടുന്നതായിരിക്കും. മെയിൻ്റെനൻസ് വളരെ കുറവാണ്. കൂടുതൽ വെളിച്ചം ആവശ്യമില്ല. പക്ഷേ ചെറിയ രീതിയിൽ ടോക്സിക്കാണ്. ചെറിയ കുട്ടികളും പെറ്റ് ആനിമൽസും റീച്ച് ആകുന്നിടത്ത് വയ്ക്കരുത്. ആറാമത്തത് ലേഡിപ്പാം. ഇതും വീട്ടിൽ വയ്ക്കുന്നത് വളരെ നല്ലതാണ്. അന്തരീക്ഷത്തിലും വിഷവസ്തുക്കളെ നീക്കാനുള്ള കഴിവുണ്ട്. ഇൻഡയറക്റ്റ് സൺലൈറ്റ് മതി.
എന്നതിനാൽ എവിടെ വേണമെങ്കിലും വയ്ക്കാം. ഈ ചെടി വെച്ചാൽ ഒരു ട്രോപ്പിക്കൽ ഫീലിംഗ് കിട്ടുന്നതായിരിക്കും. നമ്മൾ കാട്ടിലിരിക്കുന്ന ഒരു ഫീലിംഗ് കിട്ടും. പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുന്ന മാതിരി തോന്നും. ഈ ചെടികളൊക്കെയും ഓക്സിജൻ്റെ അളവ് വർദ്ധിപ്പിക്കുന്നതിനും വായു ശുദ്ധീകരണത്തിനുമുള്ള മികച്ച ഒരു ഇൻഡോർ ചെടികളിൽ ചിലതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, സബ്സ്ക്രൈബ്, ഷെയർ ഒക്കെ ചെയ്യണേ. താങ്ക് യു.